ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഇന്നത്തെ ഒരു ഈവനിങ് ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈവനിങ് റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ എല്ലാ ഈവനിങ്ങും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. ഓരോ ദിവസം ഓരോ രീതിക്കായിരിക്കും. എൻ്റെ മൂഡ് പോലെ എൻ്റെ ജോലികൾ പോലെ ആയിരിക്കും കേട്ടോ എൻ്റെ ഓരോ ദിവസത്തെ ഈവനിങ്. ചില ദിവസം ഡ്രസ്സ് ഫോൾഡ് ചെയ്യാനുണ്ടാവും, അപ്പോൾ അതായിരിക്കും ചെയ്യുക. പിന്നെ ഇന്നിപ്പോൾ സൺഡേ അല്ലേ, അപ്പോൾ മോന് സ്കൂള് ഇല്ലാത്ത കാരണമാണ് ഇന്നിപ്പോൾ ഈ സമയത്ത് ചെടി നനക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ മോന് വരുന്ന ടൈമാണ്, അപ്പോൾ അവനെ കുളിപ്പിക്കണം, ഫുഡ് കൊടുക്കണം, അവൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കണം. അതൊക്കെ ആയിരിക്കും എൻ്റെ ഈവനിങ്. അപ്പോൾ ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഉച്ചക്കത്തെ വെയിൽ നല്ല ചൂടുമാണ്, പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കാറ്റാണല്ലോ. അപ്പോൾ ചെടികൾക്കൊക്കെ നല്ല വെള്ളം വേണ്ട സമയമാണ് കേട്ടോ. തണുപ്പാണെങ്കിലും നന നല്ലോണം വേണ്ടി വരും. അപ്പോൾ ഇന്ന് 2 ദിവസമായിട്ട് നന കിട്ടാത്ത കാരണം ഇന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ട് മോന് സ്കൂളും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് ഇങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈവനിങ് റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഈവനിങ് റൊട്ടീനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയുള്ള പ്ലാന്റ്സ് ഒക്കെ റീപ്ലാന്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും ഒരാളെ ഹെൽപ്പിന് കിട്ടിയിട്ട് വേണം ചെയ്യാൻ. ആരും ഇല്ലാതെ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടാട്ടോ. ഒറ്റയ്ക്കാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഓർക്കിഡൊക്കെ റീപ്ലാന്റ് ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടത്തിലായിട്ടുണ്ട്. ഏകദേശം ഒരു 4 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പ്ലാന്റ് ചെയ്തിട്ട് ഓർക്കിഡ്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പ്ലാനിങ് ഒക്കെ ഉണ്ട്. ആദ്യമൊക്കെ ഞാൻ നല്ലോണം കെയർ ചെയ്തിരുന്ന കേട്ടോ. ഓർക്കിഡ് പക്ഷേ നശിച്ചൊന്നും പോവില്ല. എന്താ നന കിട്ടിയാൽ മതി. അപ്പോൾ നാശമായി ഉണങ്ങി പോകുന്നില്ല അങ്ങനെ പെട്ടെന്ന്. പൂവിടൂല എന്നേ ഉള്ളൂ കെയർ ചെയ്തില്ലെങ്കിൽ. എന്നാലും ഇപ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡെൻഡ്രോബിയും അതേപോലെ ഫെലോപ്സിസും ഒക്കെ പൂവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പൂവിട്ടാൽ അത് പൂവിട്ട് കാണണമെങ്കിൽ അതിലും വലിയ ടാസ്ക് കേട്ടോ. നമ്മൾ ഇൻസെക്ടിസൈഡൊക്കെ കൊടുത്ത്, ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, എട്ടുകാലിയൊക്കെ അതിൻ്റെ ആ തളിര് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് കുടിച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെ കുറേ നശിപ്പിക്കും. അങ്ങനെയൊക്കെ അതൊക്കെ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ ചരന്തി വല വരുന്നതും അതേപോലെ പ്രാണികൾ വന്നിരിക്കാതിരിക്കാനുള്ള ഇൻസെക്ടിസൈഡും ഒക്കെ കൊടുക്കണം. വലിയ ടാസ്ക്കാണ് കേട്ടോ. ഓർക്കിഡ് പൂത്ത് കാണുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. പക്ഷെ എന്നാലും നല്ലതാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ആദ്യമൊക്കെ എന്നും ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് ഇറങ്ങും. കുറേ നേരം ഗാർഡനിങ് ആയിരിക്കും കേട്ടോ. അന്നൊക്കെ എനിക്ക് ചേച്ചി താഴേന്ന് വള്ളി ചേച്ചി വരും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. അപ്പോൾ ചേച്ചി മുറ്റടിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഓർക്കിഡിന് ഇങ്ങനെ NPK കൊടുക്കലും നനച്ചു കൊടുക്കലും എന്തെങ്കിലുമൊക്കെ ചലന്തി വലൊക്കെ ഉണ്ടെങ്കിലൊക്കെ തട്ടിക്കളയലും ഒക്കെ ഉണ്ടിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ കൊറോണ ടൈമിൽ, ആ ടൈമിൽ ഒരുപാട് ടൈമും ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് ടൈം കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ മോനും ചെറുതായിരുന്നല്ലോ. അപ്പോൾ അന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഓർക്കിഡ് കെയറിങ്ങിനെ പറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്നത്തെ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസ്. അന്ന് കണ്ടിട്ടുള്ള ഓർക്കിഡ് ഗാർഡനേ അല്ല കേട്ടോ. അന്നൊക്കെ ഫുള്ള് പച്ചപ്പായിട്ട്. ഇപ്പോൾ ഇലകളില്ല, തണ്ടേ ഉള്ളൂ കേട്ടോ. എന്നാലും ഓർക്കിഡിന് ഞാൻ ഒരു പോസിറ്റീവ് കണ്ടിട്ടുള്ളത്, നശിച്ചൊന്നും പോകില്ല. വേറെ ചെടികളെ പോലെ പെട്ടെന്ന് ഉണങ്ങി പോകില്ല. ഇത് ഹെയറിന്ന് ഈർപ്പം വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് ഓർക്കിഡിനുണ്ടല്ലോ. അപ്പോൾ അത്രയും ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ഉണങ്ങി പോകുള്ളൂ കേട്ടോ. ജീവൻ കിടന്നോളും. പൂവിടില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ കെയറിങ് ഇല്ലെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഇപ്പം ഒന്ന് റീപ്ലാന്റ് ചെയ്യണം. റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചട്ടികളൊക്കെ ഒന്ന് വാങ്ങണം. ചട്ടികളൊക്കെ ആകെ നുരുമ്പിയിട്ടുണ്ട് കേട്ടോ. കുറേ പഴക്കമായല്ലോ. പ്ലാസ്റ്റിക്കിൻ്റെ പൊട്ടുകളല്ല, മണ്ണിൻ്റെ പൊട്ടുകളല്ല, പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ നമുക്ക് ചട്ടികളൊക്കെ പുതിയത് വാങ്ങണം. അതേപോലെ ചകിരി കെട്ടിത്തരാൻ ആൾ വേണം. ചകിരിയും കരിയൊക്കെ 2 ദിവസം സാഫിൽ മുക്കി വെക്കണം, അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ വരും. അങ്ങനെ കുറേ ടാസ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യണം എന്തായാലും. ഈ വർഷം എന്തായാലും റീപ്ലാന്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എന്തായാലും വീഡിയോയിൽ കാണിക്കൂട്ടാം. നിങ്ങളുണ്ടാവും എൻ്റെ കൂടെ റീപ്ലാന്റ് ചെയ്യാനൊക്കെ. അങ്ങനെയൊക്കെ ഒന്ന് നനച്ചു കേട്ടോ. കാണുമ്പോൾ സങ്കടമൊക്കെ വരുന്നുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ടൈമും ഒക്കെ വേണ്ടേ. പിന്നെ ഇതാ എൻ്റെ വിയറ്റ്നാം എർലി പ്ലാവാണ് കേട്ടോ. മാഷാ അല്ലാ നല്ലോണം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ചക്ക വലുതാവണതിനനുസരിച്ച് കൊമ്പ് ഇങ്ങനെ വളഞ്ഞ് താഴെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകിൽ അതിനെന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വലിച്ച് കെട്ടണം, എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ അതും ഒരാളില്ലാതെ പറ്റൂല. ഒന്ന് പൊക്കി തന്നിട്ട് കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ കുത്തുകൊടുക്കുകയോ ചെയ്യണം കേട്ടോ. ദിവസം ആവുന്നതിനനുസരിച്ചത് താഴ്ന്നു വരികയാണ്. പിന്നെ അതാ സിറ്റ് ഔട്ടിൽ നനച്ചപ്പോൾ ആകെ വെള്ളമായിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന്
വൈഫർ കൊണ്ടൊന്ന് വടിച്ചിടണം, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വീഴൂട്ടാം. നമ്മൾ പിന്നെ നമ്മൾ തന്നെ നനച്ചതായതുകൊണ്ട് എനിക്ക് മൈൻഡിലുണ്ടാവും ഉണങ്ങിയിട്ടില്ലെങ്കിൽ. പക്ഷെ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കയറി വന്നാൽ വെള്ളം ഗ്രാനൈറ്റും അങ്ങനെ കാണില്ല കേട്ടോ. പിന്നെ എൻ്റെ മോനെന്നെ ഉണ്ടല്ലോ, ശ്രദ്ധയില്ലാതെ ഓടും അവന്, അപ്പോൾ വീഴും. അപ്പോൾ അതൊക്കെ വെള്ളം ഒന്ന് ഒഴിവാക്കിയിടാണ്. ഇനിയിപ്പോൾ പാഷ്യോലുള്ള ചെടികളും ഒന്ന് നനക്കണം. അതൊക്കെ നനക്കൽ കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിൻ്റെ മോൻ വന്നിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഞാനും കാക്കയും കൂടെ രാത്രിയാണ് പുല്ല് നനക്കാറുള്ളത്. പൈപ്പ് വലിച്ച് നടന്നിട്ട് രാത്രിയാണ് നനക്കുക. കാക്ക ഫ്രീ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. ഒരാൾ പൈപ്പ് നല്ല ലെങ്തി ആയതുകൊണ്ട് മോട്ടർ ഇട്ടിട്ടാണ് അത് നനക്കുക. അപ്പോൾ അത്യാവശ്യം വെയിറ്റും ഉണ്ടാവും. അതൊന്ന് മടങ്ങണമൊക്കെ നോക്കാൻ ഒരാളും വേണം. അപ്പോൾ അത് അവിടുത്തെ പ്ലാന്റ്സ് കൂടെ ഒന്ന് നനക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് അലക്കാനിടണം കേട്ടോ. എന്നാലും മിനിഞ്ഞാന്ന് വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അലക്കാനൊന്നും ഇട്ടിട്ടില്ല. അത് ചെയ്യട്ടെ. അപ്പോൾ അലക്കി അവിടെ കിടന്നാൽ രാവിലെ അല്ലെങ്കിൽ രാത്രി എടുത്തിട്ട് അഴയിലിടാനോ. അപ്പോൾ ഇത് അവിടെയുള്ള ചെടികളും നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഡ്രൈ ആയിട്ടുള്ള കാറ്റാണല്ലോ, ആ കാറ്റ് തട്ടുമ്പോൾ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഡ്രൈ ആവും. പിന്നെ മിക്കവാറും പ്ലാന്റ്സ് ഒക്കെ എടുത്ത് ഡബിൾ പോട്ട് ആയ കാരണം അങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറേശ്ശെ ഒഴിക്കുന്നുള്ളൂ. പക്ഷെ ഫേൺസിനൊക്കെ ഞാൻ നല്ലോണം ഒഴിക്കാറുണ്ട് കേട്ടോ. ഫേണൊക്കെ ഇനിയിപ്പോൾ റീപ്ലാന്റ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത് നല്ലോണം പച്ചപ്പായി നല്ല തിക്കായി വന്നിട്ട് വേണം കേട്ടോ. ഒക്കെ ശരിയായി വരുന്നുണ്ട്, ഒക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്ലാന്റ്സിനൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. ഇതിനും നല്ല ഡ്രൈ ആവുന്നുണ്ട്, ഒക്കെ പെട്ടെന്ന് ഡ്രൈ ആവും ഈ ഒരു കാലാവസ്ഥ. ഇനിയിപ്പോൾ ചൂടുമാണല്ലോ, നല്ല ചൂടും ചൂടുകാറ്റും ഒക്കെ വരുന്ന സമയമായില്ലേ. അതിപ്പോൾ എപ്പോഴും എന്നും മിക്കവാറും ദിവസങ്ങളിൽ നനക്കേണ്ടി വരും കേട്ടോ. ഇനി നമ്മളന്ന് ചുമരിൽ പോട്ട് ചെയ്ത മണി പ്ലാന്റ്സ് ഒക്കെ പിടിച്ച് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആ ഒരു നെയിലും നല്ല സൂപ്പറാണ്. ഇത്രയും ദിവസമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത ചട്ടിയും മണ്ണും വെള്ളമൊക്കെ ആയിട്ട് വെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല കേട്ടോ, നല്ല പ്രൊഡക്റ്റ് ആയിരുന്നേ. നാളെ മുതൽ എന്നും കുറച്ച് ദിവസം വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ് ആയിട്ട് വ്ളോഗ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഇന്നിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യും ഇരുന്നിട്ട്, ഇനി മഗ്‌രിബിൻ്റെ ശേഷം കേട്ടോ. ഒരു 7:30-8 മണിയൊക്കെ അതിന് ശേഷം ഇരുന്ന് എഡിറ്റ് ചെയ്യും. അതൊക്കെയാണ് ഇനിയിപ്പോൾ ഇന്നത്തെ ജോലികൾ കേട്ടോ. അങ്ങനെ കുറച്ച് സമയം മോൻ്റെ അടുത്ത് നിന്ന് പഠിപ്പിക്കാൻ അവനെ എഴുതിക്കും ചെയ്യും ആ കൂട്ടത്തിൽ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ ഉണ്ടാവുക. ഇന്നിപ്പോൾ ഞാൻ കുക്ക് ചെയ്യും കേട്ടോ. ഉച്ചക്ക് കാക്ക ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ ഉള്ള ഫുഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കാക്ക ഉണ്ടായിരുന്നില്ല, ഉമ്മ ഉണ്ടായിരുന്നില്ല. ഉമ്മ അങ്ങോട്ട് മറ്റേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ പണിക്കാരുണ്ടായിരുന്നു അനിയൻ്റെ വീട്ടിൽ. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിലുള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊരു മടി രാത്രിയേക്ക് മാത്രം കുക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ കാക്കാനോട് പറഞ്ഞു, നിങ്ങൾ ഫുഡ് വാങ്ങിയിട്ട് വരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ രാത്രി ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിയും. അപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ കുറച്ച് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം ഞാൻ കാണാതായപ്പോൾ എല്ലാവരും എന്നെ മറന്നു അല്ലേ. വ്യൂസൊക്കെ വളരെ കുറവായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സങ്കടം. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം പിന്നെ നിങ്ങളൊക്കെ ഒന്ന് മിസ് ചെയ്യേണ്ട രീതിയിലാക്കണ്ടേ, ആദ്യത്തെ പോലെ തന്നെ വെയിറ്റ് ചെയ്യുന്ന രീതിയിലാക്കണ്ടേ. അപ്പോൾ എന്നും വീഡിയോ ഇടാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ, എന്നും വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞാൻ എപ്പോഴും വരും, എന്നും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ എല്ലാ ജോലികളും ഒരാൾ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് താളം തെറ്റുന്നത് കേട്ടോ. നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോഴേ അങ്ങനെ താളം തെറ്റിപ്പോകും. എന്നാലും എനിക്കിതാണ് ഇഷ്ടം, ഇങ്ങനെ ബിസി ആയിരിക്കുകയാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരം കൊല്ലാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തേണ്ടി വരും. ഇത് ഗാർഡനിങ്ങും വീഡിയോ എടുക്കലും കുക്കിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ആകുമ്പോൾ എനിക്ക് ടൈം അങ്ങനെ പോയിക്കോളും. അല്ലെങ്കിൽ പിന്നെ ഫോൺ ചെയ്തിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ അത്യാവശ്യത്തിനൊക്കെ ഫോൺ ഉപയോഗിക്കുക മീൻസ് മറ്റുള്ളവരോട് സംസാരിക്കുക, അങ്ങനെയൊക്കെയാണ് എൻ്റെ പോളിസി. സംസാരിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. നേരിട്ട് ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. എന്നെ പേഴ്സണലി അറിയുന്നവർക്കൊക്കെ നല്ലോണം അറിയാം. ഫോണിൽ കൂടി സംസാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കിന് മോൻ വിളിക്കും, അവനോട് കുറച്ച് നേരം സംസാരിക്കും. ചിലപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കുക്ക് ചെയ്യും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്നിപ്പോൾ അവൻ എയർ ഫ്രയർ വാങ്ങിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവൻ വിളിക്കും, എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ആയിട്ട് കുക്ക് ചെയ്യുക, വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ട്. അന്ന് ഞാനൊരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ശേഷം പിന്നെ കുറേ ദിവസം ആ പരിപാടി നിർത്തിയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ എൻ്റെ ഒരു ദിവസം സമയങ്ങളൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ അതാണ് മോള് വിളിക്കുന്ന ദിവസം അങ്ങനെ എണ്ണിയിരിക്കും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് അവൾ വിളിക്കുക. അപ്പോൾ പിന്നെ അതിങ്ങനെ എണ്ണിയിരിക്കും. ഇനിയിപ്പോൾ നാളെ വിളിക്കുന്ന ദിവസമാണ്, അത് വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗ് ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.